അമ്മ എന്ന വിളി അധ്യായം 4. അപവാദങ്ങളുടെ തീപ്പൊരി. ആശുപത്രിയുടെ എമർജൻസി വാർഡിന് മുമ്പിൽ നയൻതാര വിറച്ചു നിന്നു. അഞ്ജുവിൻ്റെ ചെറിയ ശരീരം പനി കൊണ്ട് ചൂടായിരുന്നു. അവൾ തുടർച്ചയായി കരയുകയായിരുന്നു. വിമൽ ഡോക്ടറെ കാണിച്ച് തിരികെ വന്നു. അവൻ അഞ്ജുവിനെ തൊട്ടുനോക്കി. ഡോക്ടറും വിമലിൻ്റെ കൂടെ നടന്നു വന്നു. ഭയപ്പെടേണ്ട, വൈറൽ ഫീവറാണ്, മരുന്ന് കൊടുത്താൽ മാറും. നയൻതാരയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് പേടിയാവുന്നു വിമൽ. ഒരു കുഞ്ഞിനെ നോക്കിയുള്ള പരിചയമൊന്നും എനിക്കില്ല. ഞാൻ ഇവൾക്ക് നല്ലൊരു അമ്മയാവുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അവൻ അഞ്ജുവിനെ അവളുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി. ആദ്യമായി അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. നീ ഒറ്റയ്ക്കല്ല നയൻതാര, ഞാനില്ലേ നിൻ്റെ കൂടെ. നിന്നെ ആരൊക്കെ ഒറ്റയ്ക്കാക്കിയാലും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നയൻതാരയുടെ ഹൃദയം വിങ്ങി. നിങ്ങൾ പേടിക്കണ്ട, എന്തായാലും ഞാൻ മരുന്ന് എഴുതി തരാം. ഫാർമസി ഉണ്ട്, അവിടെ നിന്ന് പോയി മേടിച്ചോളൂ. പിന്നെ ഇന്നെന്തായാലും കുഞ്ഞിനെ ഒബ്സർവേഷനിൽ കിടത്താം. സോ നിങ്ങൾ ഇന്നൊന്ന് അഡ്മിറ്റ് ആയേക്കൂ, ഡോക്ടർ പറഞ്ഞു. ശരി ഡോക്ടർ. ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു. നയൻതാര ബാഗ് തുറന്ന് കാശ് കയ്യിലെടുത്തു. വിമൽ അത് നിരസിച്ചു. എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ തന്നെ മേടിച്ചോളാം. നീ എന്തായാലും ഇവിടെ നിൽക്കുക, ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് റൂമിലോട്ട് കുഞ്ഞിനെയും കൂട്ടി പോവാം. അവൻ മരുന്നും ലിസ്റ്റ് മേടിച്ച് ഫാർമസിയിൽ പോയി മരുന്നെല്ലാം മേടിച്ചു. അന്ന് രാത്രി ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വന്നു. അഞ്ജു നയൻതാരയുടെ കൈ പിടിച്ചുറങ്ങി. വിമൽ കുറച്ചു നേരം അഞ്ജുവിനെയും നയൻതാരയെയും നോക്കിയിരുന്നു. ദീർഘമായ നിശ്വാസം ഇട്ടുകൊണ്ട് വിമൽ പുറത്തുള്ള കസാരയിൽ പോയിരുന്നു. രാത്രി ഒരു 2 മണി ആയിട്ടുണ്ടായിരിക്കും. അവൻ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. നയൻതാരയും ഉറങ്ങിയില്ല. അവൾ ഇടയ്ക്കിടെ വന്ന് വിമലിനെ നോക്കുന്നുണ്ടായിരുന്നു. വിമൽ, നീ ഇന്ന് വീട്ടിൽ പോകുന്നില്ലേ? നിന്നെ അവിടെ അമ്മയെല്ലാം അന്വേഷിക്കില്ലേ? അവൻ ചിരിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് പോവുക? പിന്നെ പോരാത്തതിന് വീട്ടിലിപ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലല്ലോ, അച്ഛനുണ്ട്, സഹോദരനുണ്ട്. അവിടെ ഇപ്പം എൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെയാണ് എൻ്റെ ആവശ്യം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ പോയി റെസ്റ്റ് എടുത്തോളൂ, അവൻ പറഞ്ഞു. ശരി വിമൽ. അവൾ അകത്തേക്ക് കടന്നു. അഞ്ജുവിൻ്റെ അടുത്തിരിക്കുമ്പോഴും നയൻതാരയുടെ മനസ്സിൽ തൻ്റെ സ്കൂൾ കാലമായിരുന്നു. താനും വിമലും ഒരുമിച്ച് പഠിച്ചിരുന്ന ആ കാലം. 5ാം ക്ലാസ് മുതൽ വിമലിനെ നയൻതാരയ്ക്ക് പരിചയമുണ്ട്. പക്ഷേ അവൻ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് മുതലാണെന്ന് അവൾക്കറിയില്ല. അവൻ എന്നും അവൾക്കൊരു നല്ല ഫ്രണ്ടായിരുന്നു. അതൊരിഷ്ടമായി തുടങ്ങി എന്നറിഞ്ഞപ്പോൾ അവൾ പതുക്കെ അവനെ പിന്തിരിപ്പിക്കാനും അവനിൽ നിന്ന് അകന്നു പോകാനും ശ്രമിച്ചു. എന്നാൽ താൻ അന്ന് മുഖം തിരിച്ച് നടന്ന ആളിൽ നിന്നാണ് തനിക്കിന്ന് ഏറ്റവും വലിയ സപ്പോർട്ട് ലഭിച്ചത് എന്നാലോചിക്കുമ്പോൾ അവൾക്ക് അത്ഭുതമായി തോന്നി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അഞ്ജുവിൻ്റെ പനി കുറഞ്ഞിരുന്നു. അഞ്ജു പതിയെ കണ്ണുകൾ തുറന്നു. അവൾ ആദ്യം കണ്ടത് തൻ്റെ അമ്മയെയാണ്. തൻ്റെ അരികിൽ തന്നെയും നോക്കി വിഷമിച്ചിരിക്കുന്ന നയൻതാര. അഞ്ജു അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി നയൻതാരയുടെ മുഖത്തും ഒരു ചിരി പടർത്തി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് വിമൽ വന്നു. അവൻ്റെ കയ്യിൽ അഞ്ജുവിന് കഴിക്കാനുള്ള ഫുഡും ഉണ്ടായിരുന്നു. വിമൽ അവളുടെ കവളിൽ തൊട്ടു. ആഹാ, എൻ്റെ ചക്കരമുത്തിന് സുഖമായല്ലോ, പനിയൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടല്ലോ. അഞ്ജു കൈ നീട്ടി അവൻ്റെ വിരലിൽ പിടിച്ചു. ആ നിമിഷം നയൻതാരയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ഇവൻ എന്തിനാണ് ഇത്രയും ചെയ്യുന്നത്? പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവൾക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം വിമൽ അവളെ വർഷങ്ങളായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഒരു യെസ് എന്നുള്ളൊരു മൂളലിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഗ്രാമത്തിലെ ചിലർ അവരെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആഹാ, കണ്ടോടി, ഇപ്പോഴത്തെ അച്ഛനെയും കണ്ടുപിടിച്ചിരിക്കുന്നു.
ആ വാക്കുകൾ കേട്ട് നയൻതാരയുടെ മുഖം വിളറി. പക്ഷേ വിമൽ അവർക്ക് മുന്നിൽ നിന്നു. ഇനി ഒരു വാക്കുകൂടി ഇവളെ പറ്റി പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. അവരെല്ലാവരും നിശബ്ദയായി. നയൻതാര അത്ഭുതത്തോടെ അവനെ നോക്കി. വിമൽ, എന്തിനാ ഇതൊക്കെ? ഒരു വട്ടം ഞാനൊന്ന് ഷൗട്ട് ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെല്ലാം എന്നെപ്പറ്റി അറിഞ്ഞു. എൻ്റെ കൂടെ നടന്ന് ഇനി നീ നിൻ്റെ ലൈഫ് കൂടി സ്പോയിൽ ചെയ്യണ്ട. വിട്ടേക്കു വിമൽ, നയൻതാര വിഷമത്തോടെ പറഞ്ഞു. വിമൽ അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് അവളുടെ കൈ പതുക്കെ പിടിച്ചു. ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട്. ആരെങ്കിലും നിൻ്റെ കൂടെ നിൽക്കണം. നീ എത്ര പറഞ്ഞാലും, നീ എത്ര വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാകും. ആ വാക്കുകൾ കേട്ടപ്പോൾ നയൻതാരയുടെ ഹൃദയത്തിൽ എന്തോ ഒന്ന് മാറി തുടങ്ങി. പക്ഷേ അത് പ്രണയമായിരുന്നില്ല. അത് ആദ്യമായി അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമായിരുന്നു.